നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള വിഷൻ ഡിജിറ്റൽ ടിവി ബിസിനസ് മീറ്റ് ഹോട്ടൽ ന്യൂ നളന്തയിൽ നടന്നു. ചടങ്ങിൽ കേരള വിഷൻ ഡിജിറ്റൽ ടിവി ചെയർമാൻ അബൂബക്കർ സിദ്ദീഖ് മുഖ്യാതിഥിയായി. ചക്കുംകടവ് ജംഗ്ഷനിലെ പാലസ് ബിൽഡിംഗിൽ റിലയൻസ് സ്ഥാപിച്ച ടവർ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകളും കുട്ടികളും അണിനിരന്ന് നിശാധർണ നടത്തി. ധർണ മുൻ സ്വാതന്ത്ര്യസമര സേനാനി AF നാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് T നസീറുദ്ദീന്റെ കട തീവെച്ച് നശിപ്പിച്ചവരെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് സിറ്റി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടിവി സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. കേരള വിഷൻ ഡിജിറ്റൽ ടിവി ബിസിനസ് മീറ്റ് ഹോട്ടൽ ന്യൂ നളന്തയിൽ നടന്നു. ചടങ്ങിൽ കേരള വിഷൻ ഡിജിറ്റൽ ടിവി ചെയർമാൻ അബൂബക്കർ സിദ്ദീഖ് മുഖ്യാതിഥിയായി. ചക്കുംകടവ് ജംഗ്ഷനിലെ പാലസ് ബിൽഡിംഗിൽ റിലയൻസ് സ്ഥാപിച്ച ടവർ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകളും കുട്ടികളും അണിനിരന്ന് നിശാധർണ നടത്തി. ധർണ മുൻ സ്വാതന്ത്ര്യസമര സേനാനി AF നാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് T നസീറുദ്ദീന്റെ കട തീവെച്ച് നശിപ്പിച്ചവരെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് സിറ്റി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.